HTML ബിഗിനേഴ്സ് സീരീസിൻ്റെ പാർട്ട് 3 സ്വാഗതം. നമ്മളെ വെബ്സൈറ്റ് നമ്മൾ ഹെഡിങ് ആഡ് ചെയ്തു, പാരഗ്രാഫ് ആഡ് ചെയ്തു, ഒരു ഇമേജ് ആഡ് ചെയ്തു, ഒരു ലിങ്കും ആഡ് ചെയ്തു. നമുക്ക് ഈ ഇമേജിന് ഒരു വിഡ്ത്ത് കൊടുക്കാം. ഇമേജ് കുറച്ച് വൈഡാണ്. ഇപ്പോൾ വൈഡായ ഇമേജിന് Alt+Z ക്ലിക്ക് ചെയ്താൽ ഇത് അടുത്ത ലൈനിലോട്ട് പോവുക. Alt+Z കുറച്ചും കൂടെ നമുക്ക് കാണാൻ സൗകര്യമായിരിക്കും. ഇങ്ങനെ ഈ വേർഡ് റാപ്പാണ് Alt+Z ക്ലിക്ക് ചെയ്താൽ ഓൺ ആകുന്നത്. റാപ്പ് ഓൺ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് കാണാൻ സൗകര്യം. ഇനി വിഡ്ത്ത് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക. അത് കുറച്ച് വൈഡാണ്. വിഡ്ത്ത് പറഞ്ഞ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് ഒരു 400 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് റീലോഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നേരത്തെ നല്ല വൈഡായിരുന്നു, ഇപ്പോൾ കുറച്ച് പാകമുള്ളൊരു വിഡ്ത്തായി മാറിയിട്ടുണ്ട്. ഇമേജും ഇത് ഒരേ ലൈനിലാണ് വരുന്നത്. ഇമേജും നമ്മളെ ലിങ്കും ഇപ്പോൾ ഒരേ ലൈനിലാണ് വരുന്നത്. നമുക്ക് ലിങ്കിനെ ഒന്ന് നെക്സ്റ്റ് ലൈനിലാക്കാൻ വേണ്ടിയിട്ടൊരു ടാഗ് ആഡ് ചെയ്യുക. BR എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. കണ്ടോ, അതിൻ്റെ ഇടയിലൊരു ലൈൻ ബ്രേക്ക് വരും. ഇമേജ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ലിങ്ക് വരും. അടുത്തതായിട്ട് നമുക്ക് HTML ലിസ്റ്റുകളെ കുറിച്ച് നോക്കാം. 2 ടൈപ്പ് ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ നോക്കുന്നത്, ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റും. അപ്പോൾ നമുക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് അടുത്തൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. H3 എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. അതിൽ കാർ ബ്രാൻഡ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ലിസ്റ്റ് ആഡ് ചെയ്യുക. ആദ്യം ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൈൽഡായിട്ട് എന്നാണ് പറയുക. ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന എലമെൻറ്റ് അതിൻ്റെ ചൈൽഡ് എന്നാണ് പറയുക. ആ ചൈൽഡായിട്ട് ഒരു LI എന്ന് പറഞ്ഞ എലമെൻറ്റ് ആഡ് ചെയ്യുക. LI എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഐറ്റം എന്നാണ്. ലിസ്റ്റ് ഐറ്റം എലമെൻറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റ് ഐറ്റം ഒരു കാറിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക, OD. അടുത്ത വേറൊരു LI ആഡ് ചെയ്യുക, ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. അതിന് BMW. അടുത്തൊരു ബ്രാൻഡ് കൂടെ ആഡ് ചെയ്യുക. അറിയാതെ ടാബ് ക്ലിക്ക് ചെയ്തിരുന്നു, ഞാൻ തിരിച്ചെന്നെ ആക്കിയതാണ്. അടുത്തൊരു കാറും കൂടെ ആഡ് ചെയ്യുക, ടയോട്ട. റീലോഡ് ചെയ്യും. ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടോ, കാർ ബ്രാൻഡ്സ്, H3 ഹെഡിങ്, OD, BMW, ടയോട്ട. ഇനി വേറൊരു അടുത്തതായിട്ട് ഇനി ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. വേറൊരു ഓർഡേർഡ് ലിസ്റ്റ് ആഡ് ചെയ്യുക. അത് OL എന്നാണ് ടാഗ്. OL എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മീൻസ് എമറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്, വിസ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് OL എന്ന് ക്ലിക്ക് ചെയ്ത് ടാബ് ചെയ്താൽ ഈ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഒക്കെ എമറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിൽ ലിസ്റ്റായിട്ട് ആഡ് ചെയ്യുക. ലിസ്റ്റായിട്ട് ഈ സെക്ഷനും നമുക്കൊരു പേര് കൊടുക്കുക. H3 ആഡ് ചെയ്തിട്ട് ഫേമസ് സ്പോർട്സ് കാർസ്. സ്പോർട്സ് കാർസായിട്ട് ഫെറാറി, നിസാൻ, പിന്നെ പോർഷെ. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുക. ഓർഡേർഡ് ലിസ്റ്റ്, ഒരു ഹെഡിങ് ഫെറാറി, നിസാൻ, പോർഷെ. അതിന് നമ്പറിങ് ഉണ്ടാവും, 1 2 3 ഓർഡറിലായിട്ടുള്ള നമ്പറിങ് വരും. ബാക്കിയുള്ള ടോപ്പിക്സ് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.